അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോടിൻ്റെ പേര് കേട്ട ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണമെന്ന് എനിക്ക് തോന്നണില്ല. ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ കണ്ടു നോക്കൂ. നമ്മളെ ബിരിയാണി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ബിസ്മില്ലാ. അപ്പോൾ നമ്മളെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ മസാലയിലേക്ക്, അതായത് നമ്മളെ ചോറിൻ്റെ കായത്തിലേക്ക് ചേർക്കാനുള്ളതാണ്. നല്ല വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം. ഇനി ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിക്കാനുള്ളതാണ്. പിന്നെ അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അതൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. പിന്നെ ചെറുനാരങ്ങ, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, പുതിന ഇല, അതൊക്കെ മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പുതിന ഇല ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുക. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ചെറുനാരങ്ങയിട്ട് നീരെടുത്തിട്ട് വെക്കാം. ഇനി നമ്മൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് വേണ്ടതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ നമ്മളിത് ബിരിയാണി ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചേന്ന് വലിയൊരു ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മസാലയ്ക്ക് എത്ര മഞ്ഞ കളർ വേണം അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് നമ്മളെ ബിരിയാണി മസാല. പിന്നെ അതൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കനൊക്കെ പെട്ടെന്ന് കുക്കായി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി നാട്ടിലത്തെ തൈരൊക്കെ ആണ്, നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഇത്ര അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് ചേർത്താലും മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ കൈ എരിയാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി വേറെ ഒന്നും നോക്കാറൊന്നുമില്ല. ഇതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് കുഴച്ചോളി. നല്ലോണം അമർത്തി അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അമർത്തിയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് താളിച്ചെടുത്താലും മതി. പക്ഷെ എങ്ങനെ ആയാലും നമ്മൾ ഈ താളിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റും എളുപ്പവും നമുക്കിതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം കഴുകി നന്നായിട്ട് വെള്ളം വാർത്തിയെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോൻ്റെ ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഇളയ ചിക്കൻ എടുക്കുന്നതാണ് എപ്പോഴും ബിരിയാണിക്ക് നല്ലത്. മൂത്ത ചിക്കനൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കുറയും. ഇനി ഇതൊന്നും കൂടെ കുഴച്ചെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത പോലെ വല്ല സ്ട്രോങ് ആയിട്ടൊന്നും കുഴച്ചെടുക്കരുത്. ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. പിന്നെ നിങ്ങൾ ഉള്ളിയൊക്കെ താളിച്ചെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ കുഴച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അതിലേക്ക് ചിക്കനും തൈരൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ കുഴക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അത്ര അധികം വെള്ളം വന്നതെന്ന് വരില്ല. കാരണം നിങ്ങൾ എടുക്കുന്ന തക്കാളിക്കും പിന്നെ തൈരിനൊക്കെ അനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ വെള്ളം എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളെ കുക്കിംഗ് ടൈം വരാം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇത് നമുക്കിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പും പുളിയും പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാറ്റി വെക്കണതാണ് നല്ലത്. നമ്മളിനി ഉള്ളിയൊക്കെ പൊരിച്ച് അരിയൊക്കെ പുഴുങ്ങി ഊറ്റി വരുമ്പോഴേക്കും ആ ഒരു സമയമായിക്കോളും. അപ്പോൾ നമുക്കിനി ഉള്ളി പൊരിച്ചെടുക്കാം. നമ്മളെ ചീനച്ചട്ടി ഇതവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡാൽഡയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഡാൽഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന നെയ്യ് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. എനിക്കറിയാം പലർക്കും ഈ ഡാൽഡ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് പൊരിച്ചെടുക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഉള്ളി പൊരിച്ചെടുക്കുന്നതൊക്കെ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈസി ചിക്കൻ ദം ബിരിയാണിൻ്റെ, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി പുഴുങ്ങി ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം എടുത്ത അരിനേക്കാൾ ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും വേണം. ഇതിലേക്ക് കുറച്ച് പട്ട, ഏലക്കായും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ, നമ്മൾ പുഴുങ്ങി ഊറ്റിയെടുക്കുന്നതല്ല, അപ്പോൾ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ ബിരിയാണീൻ്റെ മസാലയാണിത്. ഇതിൻ്റെ മേലെ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തല്ലോ, ആ ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു ചെറിയ കഷ്ണം വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം. ഇല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നേരെ മസാലേൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇല ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നിങ്ങൾക്കറിയാലോ നമ്മൾ കോഴിക്കോടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ റൈസും മസാലയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വിളമ്പാറുള്ളത്. അപ്പം ഇല വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, നമുക്ക് എളുപ്പത്തിൽ വിളമ്പിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ അരി പുഴുങ്ങി ഊറ്റിയെടുക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് കയമ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 250 ml കപ്പിൽ 4 കപ്പ് അരി. പിന്നെ നമ്മൾ കോഴിക്കോടൻ ദം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഈ കയമ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ ചെറിയ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബിരിയാണിക്ക് ഏത് അരിയാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പകുതി വേവായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അരി പകുതി വേവായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റാം. ഈ അരിൻ്റെ വേവൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഉള്ളിൽ ഇങ്ങനെ അരി കടിക്കുന്ന ഒരു വേവായിട്ടേ ഉള്ളൂ. നമ്മളിനി ഇത് ദം ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് വേവായിക്കോളും. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലേൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മസാലയ്ക്ക് കുഴച്ച് വെച്ചതിൽ അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് ദം ചെയ്ത് വരുമ്പം ഈ അരി ഒന്നും കൂടെ നല്ലോണം വേവും. ഇപ്പോൾ നമ്മളൊരു 3/4 ഭാഗത്തോളം ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചെടുത്തല്ലോ, ആ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ആണിത്. ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റൈസിൽ ചേർത്താൽ പിന്നെ നമ്മൾ ആ റൈസിൻ്റെ ടേസ്റ്റും കൂടെ പോകും. ഈ ഉള്ളി നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ട് റൈസിൽ ചേർക്കുകയാണെങ്കിൽ നമ്മളെ റൈസിന് നല്ലൊരു കളറും കിട്ടും, അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളി നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി ചോറും കൂടെ ഊറ്റിയെടുത്തിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ ഉള്ളി പൊരിച്ചെടുത്തിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നല്ല നെയ്യ്, അതായത് 6 kg പോലെയുള്ള നല്ല നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നല്ല ഫുൾ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അല്ലെങ്കിൽ പഴയ ദോശൻ്റെ പാനോ അങ്ങനെ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ കത്തിച്ചു കൊടുക്കാൻ. ഇപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുപ്പ് ചൂട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നവരെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ കത്തിച്ചു കൊടുക്കാം. ഇനി അടുപ്പിൻ്റെ ചൂട് മീഡിയം ടു നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സൈഡായിട്ടൊന്ന് തിരിച്ച് കൊടുക്കണം. അതായത് ഇപ്പോൾ സെൻറ്ററിൽ മാത്രമായിട്ടല്ല നല്ലോണം ചൂട് തട്ടിയിട്ടുള്ളത്. ഇനി സൈഡിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളെ പാത്രം സൈഡിലേക്ക് നീക്കി കൊടുത്തിട്ട് ഓരോ സൈഡായിട്ട് തിരിച്ചിട്ട് ഒരു 20-25 മിനിറ്റ് മിനിമം, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിൻ്റെ കണക്ക് നിങ്ങൾ ഇതേപോലെ ഒരു പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ എത്ര വെള്ളം ഉണ്ടോ മസാലയിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുന്ന ടൈം തീരുമാനിക്കാൻ. കുറേ അധികം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം കൂടെ വെക്കേണ്ടി വരും. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും മസാലയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരി പുഴുങ്ങി ഊറ്റാൻ എടുത്തിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഈ മേലെയുള്ള ചോറ് മാറ്റിയെടുക്കുന്നത്.
പിന്നെ നമ്മൾ ചോറ് ദമ്മിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ചോറ് വിളമ്പിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാവും ചോറ് ചൂടോടെ തന്നെ വിളമ്പിയെടുക്കുമ്പോൾ. നമ്മളെ ചോറൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, തമ്മിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാ നമ്മൾ മേലത്തെ ചോറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലയും കൂടി മാറ്റിയെടുത്തിട്ട് താഴെ മസാലൻ്റെ കഥ എന്താണെന്ന് നോക്കാം. കണ്ടല്ലോ, മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കണ്ടോ, ചിക്കൻ്റെ കളറൊക്കെ കണ്ടോ. ഇന്ന് ഞാനൊരു 45 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ ദമ്മിലിട്ടിട്ടുണ്ട്. കാരണം ഇന്ന് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു മസാല കുഴച്ചെടുത്തപ്പോൾ. നല്ല പഴുത്ത തക്കാളി ചേർത്തുകൊണ്ടാണ്. നല്ലോണം കുക്കായിട്ടുണ്ട്. ഉള്ളിയൊന്നും കരിഞ്ഞു പോയിട്ടുമില്ല, അടിയിൽ പിടിച്ചിട്ടുമില്ല. ഇനി ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ലാസ്റ്റ് ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ കുക്കാവോ എന്നൊക്കെ. ഇത്രയും സമയം നമ്മൾ വേവിച്ച് ആ വെള്ളമൊക്കെ വറ്റിച്ച് പിന്നെ ഇത് ചൂടാവുമ്പോൾ ചിക്കനും എക്സ്ട്രാ വെള്ളം വരും. ആ വെള്ളവും വറ്റിച്ച് ഇത്രയും വേവിച്ച് ഇത്രയും സമയം എടുത്താൽ പിന്നെ ചിക്കൻ കുക്കാവാതൊക്കെ. അതുമാത്രമല്ല, നമ്മളെ ഈ ചിക്കൻ്റെ ഫുൾ ഫ്ലേവറും റൈസിലും നമുക്ക് കിട്ടും. നമ്മൾ ഈ ബിരിയാണി കഴിക്കാൻ അധികം മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മളെ റൈസിനും നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഈ റൈസും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മേലുള്ള ചോറും അടിയിലുള്ള ചോറൊക്കെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ കോഴിക്കോടൻ സ്റ്റൈൽ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.